Hello, welcome back to my channel. So today ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഞാൻ പോവുകയാണ്. പോട്രി ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴ് എനിക്കറിയാം ഇതൊരു ട്രെൻഡിങ്ങിൽ വരുന്നൊരു സാധനമാണ്. മോസ്റ്റ് ഓഫ് us ലൈക്ക് ഇൻ ദ വീക്കെൻഡ്സ് വി ഫൈൻഡ് സംതിങ് ടു ഡു. അതേപോലെ അതിലൊരു ആക്ടിവിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പോട്രി വർക്ക്ഷോപ്സ്. സോ ഐ ആം ഗോയിങ് ടു ട്രൈ ഇറ്റ് ടുഡേ. ലൈക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് നമ്മളായിട്ട് തന്നെ പ്ലാൻ ചെയ്യും, പക്ഷേ സമയം എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര മടിയായിരിക്കും പോകാൻ. എനിക്കും അതേപോലത്തെ സെയിം ഫീലിംഗ് ഉണ്ട്. സമയം എടുക്കാറായപ്പോൾ അയ്യോ ശനിയാഴ്ചയല്ലേ വീട്ടിൽ കിടന്നാൽ മതി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു. ബട്ട് ഐ ഹാവ് ടു ട്രൈ ഇറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ദ ന്യൂ തിങ്സ്. സോ അതുകൊണ്ട് ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു. വിത്ത് മീ എൻ്റെ അമ്മയും കൂടെ വരികയാണ്. ഷീ വാണ്ട്സ് ടു ഡു ഇറ്റ് ടു. സോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ, അമ്മയും എന്നെ പോലെ അല്ലേ, എല്ലാവർക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ, അമ്മയെ വേണ്ടെന്ന് പറയാൻ ഞാനാരാ. സോ നമ്മളിന്ന് സ്കൂട്ടറിലാണ് പോകാൻ പോകുന്നത്. കാർ എടുക്കണ്ടെന്ന് വെച്ചു. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടിലാണ് സംഭവം. സോ വി ആർ ഗോയിങ് ഓൺ ദ സ്കൂട്ടർ. ബൈ. Head northeast towards south. ഞാനത് സ്റ്റെപ്സ് മറന്നു വരുന്നത് തോന്നുന്നു ഇപ്പോഴേ. സോ ഹിയർ ഞാൻ ക്ലേ മോഡലിങ്ങിൽ ഒരു സ്റ്റെപ്പായിട്ടുള്ള കോയിലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. അതിന് നമ്മളിങ്ങനെ കുറച്ച് ക്ലേ എടുത്തിട്ട് യൂണിഫോമായിട്ട് നമ്മൾ റോൾ ചെയ്യണം. എങ്കിലേ ഒരു വലിയൊരു കോയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ കോയിൽ ഉണ്ടാക്കിയ ശേഷം വേണം ബാക്കിയുള്ള സ്റ്റെപ്സിലോട്ടൊക്കെ പോവാൻ. കോയിലിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനെ സ്ക്രാപ്പ് ചെയ്യും. സ്ക്രാപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കോയിൽ ഏതൊരു മഗ്ഗൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ക്ലേ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കണം. സ്ക്രാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിർത്താൻ പറ്റൂ. ഈ സ്ക്രാപ്പിങ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് അതൊരു ക്ലേ തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ അതിലോട്ട് പൂശി കൊടുക്കും. സോ കുറച്ച് ആ സ്ലിപ്പിൽ നിന്ന് കുറച്ച് ഞാൻ ക്ലേ എടുത്തിട്ട് അത് ത്രൂ ഔട്ട് ഞാനിങ്ങനെ പൂശി കൊടുക്കുന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത്.
being slow from mistakes the food plants are so eventually you learn to do it faster. But for now you have to do it together. ഈ താഴോട്ട് ഈ സൈഡിലോട്ട് സ്ലോലി താഴെ റൈറ്റ് തൊട്ട് off and right. Maximum cost of I am back. I am satisfied എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി ആദ്യം പോയപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഒരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ദൈവമേ എന്നെ പറ്റിച്ച് കാണോ, ഇനി ആരെങ്കിലുമൊക്കെ കാണോ എന്നൊക്കെ. ബട്ട് നോ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവർ ഇൻസ്ട്രക്ടർ വാസ് സോ നൈസ്, ഹി വാസ് സോ നൈസ്. ആൻഡ് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട 2 സാധനം മാത്രമേ ഞാൻ തിരിച്ച് കൊണ്ടുവന്നുള്ളൂ. ബാക്കി റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഐ വിൽ ഷോ യു. അത് രണ്ടും ഞാൻ ഉണ്ടാക്കിയതാണ്. ലുക്ക് അറ്റ് ദാറ്റ് ഹാർട്ട് ബൗൾ. ഈ ഹാർട്ട് ബൗൾ കണ്ടോ, ഇതാണ് എൻ്റെ പ്രൗഡസ്റ്റ് ക്രിയേഷൻ. ഐ ലവ് ഇറ്റ്. എൻ്റെ വീട്ടിൽ എസ്തെറ്റിക്കലായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സാധനം. ഇനി അതിന് എന്തോ ചൂടാക്കി എടുക്കണം, പക്ഷെ അതിനുള്ള സെറ്റപ്പ് അവിടെ ഇല്ല. ഇത് ഞാൻ മറ്റേ വീട്ടിൽ ചെയ്തെടുത്തതാണ്. ഐ ലവ് ഇറ്റ്. ഐ ലവ് ഇറ്റ്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ് ടു ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇതിന് പോയതിന് ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. I gotta say I love it. I love the feeling. Okay, see you soon on a new video. അതുവരെ ബൈ ബൈ. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ പേടിച്ചൊന്നും ഇരിക്കാണ്ട് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യുക. ബിക്കോസ് നമ്മളെല്ലാവരും ഒരു ജീവിതം ഒന്നേ ജീവിക്കുന്നുള്ളൂ. അതിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് അല്ലെങ്കിൽ അയ്യോ ആരും നമ്മുടെ കൂടെ ചെയ്യാനില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് ബാക്ക് ഔട്ട് ചെയ്യാൻ നിൽക്കരുത്. അതിനുള്ളതൊന്നും ടൈം ഇല്ല നമുക്ക് ആക്ച്വലി.
സോ കിട്ടുന്ന സമയം മാക്സിമം നിങ്ങളെ ഹാപ്പി ആക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് സന്തോഷിച്ച് ജീവിക്കാൻ നോക്കുക. ദാറ്റ്സ് ദ പർപ്പസ് ഓഫ് ലൈഫ്. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ഇപ്പോൾ. ആൻഡ് ഐ ലവ് ദാറ്റ് ഫീലിംഗ്. ഹോപ്പ് യു ഗൈസ് ഓൾ ഹാവ് എ വണ്ടർഫുൾ ലൈഫ്. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് ഇയറിൻ്റെ ഹാഫൊക്കെ ആയി. സോ ബാക്കിയുള്ള മാസങ്ങളും നല്ല സന്തോഷത്തോടെ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചും കൊണ്ടും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വി വിൽ സീ യു വെരി സൂൺ. താങ്ക് യു. ബൈ. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ do subscribe my channel and also like my video. Till then, bye.